ഭഗവാൻ ഗണപതിയുടെ ജനന കഥ അറിയാമോ? കൈലാസത്തിൽ മഹാദേവൻ ശിവനും ദേവി പാർവതിയും സന്തോഷജീവിതം നയിക്കുന്നിരുന്നു. ഒരു ദിവസം ദേവി കുളിക്കാനൊരുങ്ങുമ്പോൾ അവിടെ കാവലിനായി ആരും ഇല്ലാതിരുന്നതിനാൽ തന്റെ ദിവ്യശരീരത്തിൽ നിന്നുള്ള ചന്ദനത്തിലും കുങ്കുമത്തിലും നിന്ന് ഒരു ബാലനെ സൃഷ്ടിച്ചു. അവനു പ്രാണൻ നൽകി ഭക്തിയും ബുദ്ധിയും അനുഗ്രഹിച്ചു. ആ ദിവ്യബാലനോട് ദേവി പറഞ്ഞു, ഞാൻ സ്നാനത്തിനു പോകുമ്പോൾ കാവൽ നിൽക്കണം. ആരെയും അകത്ത് കടക്കാൻ അനുവദിക്കരുത്. ശിവൻ ധ്യാനത്തിൽ നിന്നു തിരികെ വന്നപ്പോൾ ദിവ്യബാലൻ കാവലിനായി വാതിൽക്കൽ നിലകൊണ്ടിരുന്നു. പരമേശ്വരനെ അകത്ത് കടക്കാൻ അനുവദിച്ചില്ല. അമ്മ കുളിക്കുകയാണ്, അകത്ത് കടക്കാൻ പാടില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ ശിവൻ രോഷഭരിതനായി തന്റെ ത്രിശൂലം കൊണ്ട് ദിവ്യബാലന്റെ തല വേർപെടുത്തി. പിന്നീട് ദേവി പുറത്തുവന്നപ്പോൾ തന്റെ സ്നേഹബാലന്റെ അവസ്ഥ കണ്ടു ഖത്തിൽ തളർന്നു. ദേവി ദേഹാന്തരമായി കുഴഞ്ഞു വീണു. അപ്പോൾ ശിവൻ തന്റെ പിഴവ് തിരിച്ചറിഞ്ഞു. ദേവിയെ ആശ്വസിപ്പിച്ചു, ഇവനെ ഞാൻ പുനർജീവിപ്പിക്കും. തലയിൽ വെക്കാൻ ആദ്യം കാണുന്ന ജീവിയുടെ തല കൊണ്ടുവരണമെന്ന് ഗണന്മാരോട് ആജ്ഞാപിച്ചു. ഗണന്മാർ കാട്ടിൽ പോയി ആദ്യമായി കാണപ്പെട്ടത് ഒരു ആനയായിരുന്നു. ആനയുടെ ശിരസ് കൊണ്ടുവന്നു. ശിവൻ ആ ദിവ്യബാലന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചു. അത് കണ്ട് ദേവിയുടെയും ശിവന്റെയും ഹൃദയം സാന്ത്വനമായി. ദിവ്യബാലൻ വീണ്ടും ജീവിച്ചു. ശിവൻ പറഞ്ഞത്, ഇവനാണ് ഗണാധിപൻ ഗണപതി. ഇനി മുതൽ ഏതു ശുഭകർമ്മത്തിലും ആദ്യം ഗണപതിയെ സ്മരിക്കണം. വിഘ്നങ്ങൾ അകറ്റുന്ന ഈശ്വരനാണ് ഈ ഗണപതി.